ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊരു 10-12 പീസുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഉപ്പ്, ഒരു കുഞ്ഞ് സവോള അരിഞ്ഞത്, ചതച്ച മുളക്, ആവശ്യത്തിന് വെള്ളം, പിന്നെ കരിവേപ്പില, പിന്നെ ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ. ചിക്കനിലോട്ട് നമ്മൾ ആദ്യം 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഇത് ഉപ്പും മുളകെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്ക് വറക്കാം. ഇത് നമുക്ക് വറക്കാൻ പോവാം. അതിനാദ്യം നമ്മൾ സ്റ്റൗ ഓണാക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേനും എണ്ണ ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്കിത് വറുത്തെടുക്കേണ്ട എണ്ണയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. മിച്ചം വരുന്ന എണ്ണ നമുക്ക് കളയേണ്ട കാര്യമില്ല. നമ്മളത് അതിൽ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. കടുകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ കടുകിടും, ചിലർ കടുകിടത്തില്ല. ഞാൻ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ കടുകിടാറുണ്ട്. അതുകൊണ്ട് ഒരു 1/4 സ്പൂൺ കടുക്, നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെ ചിക്കൻ പീസ് അതിനകത്തിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഞാൻ ഇടാൻ പോവുകയാണ്. കൈയൊന്നും പൊള്ളാതെ എല്ലാവരും ഇട്ടേക്കണം. ഇതിൻ്റെ മൊരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ഒത്തിരി മൊരിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് പകുതി വേവിലെടുക്കുന്നതായിരിക്കും ഇഷ്ടം. നന്നായി മൊരിഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരിക്കും ചിക്കൻ കൊണ്ടാട്ടത്തിന്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചിക്കനെല്ലാം വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് ഒരു സവാള അരിഞ്ഞ് വെച്ചത് ഇട്ടേക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഞാനൊരു കാര്യം നേരത്തെ വിട്ടുപോയായിരുന്നു. നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ചേർക്കാൻ നല്ലതാണ്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളിയാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. ഇച്ചിരി ഉപ്പിടുവാണെങ്കിൽ, നമ്മൾ നേരത്തെ ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കണം. നമ്മൾ ചിക്കനിനകത്ത് ഉപ്പിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സവാളയ്ക്കകത്ത് ഉപ്പിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. സവാള എല്ലാം വഴണ്ടി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ഒഴിക്കാം. നമ്മൾ ചിക്കൻ്റെ അതിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചിട്ടാൽ മതി, കൂടിപ്പോവരുത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൊമാറ്റോ സോസ്, ഞാനിവിടെ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് തക്കാളിയാണ് പേസ്റ്റ് രൂപത്തിലാക്കിയിരിക്കുന്നത്. അതൊരു 2-2.5 സ്പൂണ് ഒഴിക്കുക. ഇതൊഴിച്ചിട്ട് നന്നായി വഴറ്റുക. നമ്മൾ തീ ഒത്തിരി കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇത്
ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊക്കെ ഇടാൻ. ഈ പരുവമാകുമ്പോഴത്തേന് നമ്മൾ ആവശ്യത്തിന് ചതച്ച മുളക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചതച്ച മുളകാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച്, നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒത്തിരി എരിവ് കഴിക്കത്തില്ല, അതുകൊണ്ട് അതിനകത്ത് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമുക്ക് ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയായിരിക്കും. ഒത്തിരി ഇത് ഗ്രേവി പോലെയൊന്നുമല്ല, അതുകൊണ്ട് അത് വേഗം നമ്മൾ വറുത്തപ്പോൾ തന്നെ ചെറുതായി വെന്തിട്ടുണ്ടാവും. ഇനി ഗ്രേവി ഇതെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റ് നമ്മൾ ആവിയിൽ വേവിക്കണം. 5 മിനിറ്റ് ഞാൻ അടച്ചു വെക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം. ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു.